Good morning. Good morning, Miss. Okay, ബാക്കി പിള്ളേരൊക്കെ ഇനി 4 പേരല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. മോഡൽ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ല മിസ്സേ, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചില ക്വസ്റ്റ്യൻസിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഓക്കെ, ഷിനുവിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു 60-ല്? 44. 44. നിമിഷയ്ക്കോ? 51. 51 51. 51. ഓക്കെ. അജിതയ്ക്കോ? അജിത രാഹുൽ, ഞാൻ വെറുതെ ചോദിച്ചതാട്ടോ. എത്ര മാർക്ക് ഉണ്ടായിരുന്നു അജിത? അനുഷയ്ക്കോ? അനുഷ കേൾക്കുന്നില്ലേ? അഖിലയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അഖില 38. 38. ഓക്കെ. ഹരിതയ്ക്കോ? 40. ഓക്കെ. ഒരുപാട് ടഫാണോ? ടഫായിരുന്നോ ക്വസ്റ്റ്യൻസ്? ഇല്ല മിസ്സേ, കുഴപ്പമുണ്ടായിരുന്നില്ലോ. ഒരുവിധമൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ ഏരിയ തന്നെയാണ് കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിരുന്നേ, അല്ലേ? അങ്ങനെ ടച്ച് ചെയ്തപ്പോഴേക്കും കുറച്ചൊക്കെ അങ്ങോട്ടും മാറിപ്പോയി, അതുകൊണ്ട് മാർക്ക് പോയി. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇനിയിപ്പോ കുഴപ്പമില്ല, ജസ്റ്റ് നമുക്ക് എത്രമാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾക്കപ്പ നമ്മൾ തന്നെ ഒരു ഇവാലുവേഷൻ നടത്തുക. എക്സാമിന് നമുക്ക് ഒരുവിധമൊക്കെ പഠിച്ചിട്ട് നമുക്ക് എത്ര അതില് ഔട്ട് ഓഫ് 60-ൽ എത്ര നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ഇനി അപ്പൊ നമ്മൾ ഇനി കുറച്ചുകൂടി എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യണം, അപ്പൊ ഒരു ക്വസ്റ്റ്യന് എത്ര ടൈം എടുക്കാം, അങ്ങനെയൊക്കെ നമ്മുടെ മൊത്തത്തില് നമുക്കൊരു എന്താ പറയാ, വെറുതെ ക്ലാസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ 1-2 എക്സാം, ഇനിയിപ്പോ മോഡൽ വരുമല്ലോ, നിങ്ങൾക്ക് മോഡൽ എക്സാം വരുമ്പോ ഒക്കെയാണെങ്കിലും നമുക്ക് എന്താ ഒരു എങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ 1-2 എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓക്കെ ആയിക്കോളും കേട്ടാ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സെൻസിൽ എടുക്കാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾ പഠിക്കുക. നമുക്കിപ്പോ മോഡല് ഒന്ന് ഇട്ടപ്പോ കുറെ പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് പോയി. അപ്പൊ ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് അത്രയും കുറച്ച് പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലേ? ഈ പ്രാവശ്യം എല്ലാവരും എക്സാം ഒക്കെ 1 മണിക്കൂറിന് മുന്നേ തന്നെ, 1/2 മണിക്കൂർ ആയപ്പോഴത്തേക്കും തന്നെ ചിലരൊക്കെ എഴുതി കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ തീർന്നു ക്വസ്റ്റ്യൻസ്. അപ്പൊ ശരിക്കും ഓപ്ഷൻസ് ഒക്കെ വായിച്ച് കറക്റ്റായി മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ അത് ചെയ്യാം. പിന്നെ എന്താ വേറെ ഇപ്പൊ നമ്മള് ക്ലാസ്സില് ലൈവ് ക്ലാസ്സിൽ കയറുന്നവർക്ക് എല്ലാവർക്കും തന്നെ നല്ല മാർക്ക് ഉണ്ട്. പിന്നെ മാർക്ക് കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താ റെക്കോർഡ് ക്ലാസ് കാണുന്നവരായിരിക്കും. മാക്സിമം നിങ്ങൾ എന്തായാലും വലിയൊരു ഫീസ് അടച്ചിട്ടാണ് ഈ കോഴ്സിന് വന്നത്. അപ്പൊ മാക്സിമം നമുക്ക് ഈ ലൈവ് ക്ലാസ് തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ചു പോകാം. റെക്കോർഡ് ആകുമ്പോ ചിലപ്പോ ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണാം, അത് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നാളത്തേക്കാവുമ്പോ പെൻഡിങ്ങോ. അപ്പൊ ഇന്നിപ്പോ 2 ക്ലാസ് ഉണ്ടെങ്കിൽ ആ 2 ക്ലാസ്സും പിന്നെ നാളത്തെ വരുമ്പോ 4 ക്ലാസ്സും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ബോറടിക്കും. ഇപ്പൊ ഡെയിലി നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോ എന്താ പറയാ, നമുക്ക് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ കേട്ട ഒരു ഓർമ്മയെങ്കിലും നമുക്ക് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു മാസത്തെ അതായത് നമുക്കൊരു 4 ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു തരാനുണ്ടായിരുന്നത്. 4 ചാപ്റ്റർ ഉള്ളൂ നമ്മുടെ. നമുക്ക് അതുകൂടി നമുക്കപ്പോ പഠിക്കാം. ഓക്കെ. ഇപ്പൊ ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇനിയിപ്പോ ഇതിന്റെ ഒപ്പം തന്നെ അങ്ങ് പഠിച്ചു പോയാൽ മതി കേട്ടാ. അപ്പൊ ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് എളുപ്പമാകും. പിന്നെ വേറെ ഒന്നുമില്ല. എക്സാമിന്റെ ആദ്യത്തെ എക്സാം ചെയ്തതിനെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ രണ്ടാമത്തെ കുറച്ചും കൂടി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയില്ലേ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളത്? ആദ്യത്തെ എല്ലാവരും തന്നെ പറഞ്ഞു ഭയങ്കര ടെൻഷനായിരുന്നു, ലിങ്ക് ശരിയാവുണ്ടായിരുന്നില്ല, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വരെയും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല മിസ് എന്നൊക്കെ പറഞ്ഞായിരുന്നു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ടെൻഷനായിട്ട്.
നിങ്ങൾക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. ആ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് രണ്ട് എക്സാം ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു എക്സാമിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ പറയാ, ഇപ്പൊ 1 മണിക്കൂർ എന്നാന്ന് പറഞ്ഞാൽ മാക്സിമം 1 മണിക്കൂർ വരെ നമുക്ക് ഇരിക്കാലോ. അപ്പൊ എന്താ നമുക്ക് ശരിക്കും ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിന്റെ ഓപ്ഷൻസ് നോക്കുക, കറക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇനിയിപ്പോ നമുക്ക് എടുക്കാൻ ചാപ്റ്റർ മിസ് തന്നെയാണ് എടുക്കണേ. എന്റെ ഞാൻ എടുക്കുന്ന പോർഷൻ ആട്ടോ പറഞ്ഞത്. പിന്നെ മറ്റുള്ള ടീച്ചേഴ്സിന്റെ ഉണ്ടല്ലോ. നിഷ ടീച്ചറിന്റെ മാത്രം പോർഷൻസ് നിങ്ങൾക്ക് ഇല്ല, എടുത്തായിരുന്നല്ലോ നിങ്ങൾക്ക്. അതിനുശേഷം നമ്മളിപ്പോ ഫസ്റ്റ് നിങ്ങൾക്ക് തുടങ്ങിയത് ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയും എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് അവിടെ പെൻഡിങ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മള് ഡയാലിസിസ് മുതലാ നിങ്ങൾ പഠിച്ചു പോയത്. ഓക്കെ, ഒരു 4 ചാപ്റ്റർ എന്റെ ചാപ്റ്റർ ആട്ടോ ഞാൻ പറഞ്ഞത് 4 എണ്ണം ഉണ്ടത്. പിന്നെ അശ്വതി ടീച്ചറിന്റെ ഒരു 3 എണ്ണം ഒക്കെ ഉണ്ട്. പിന്നെ ജിഷ് ടീച്ചറിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി ഉണ്ട് എടുക്കാനായിട്ട്. മൊഡ്യൂൾ 1 വരുന്നതാണോ? എന്തോ മൊഡ്യൂൾ 1 വരുന്നതാണോ? ഇത് മൊഡ്യൂൾ 1 and 2 വരുന്നതാണ് ഇപ്പൊ എടുക്കുന്നത്. മൊഡ്യൂൾ 3, 4 ഫുള്ള് കഴിഞ്ഞല്ലോ. അതിന്റെ നിങ്ങൾക്ക് എക്സാമും തന്നു 3, 4. ഇനിയിപ്പോ നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് 1ഉം 2 വരുന്നതാണ് കേട്ടോ. അതിനകത്തൊരു 4 ചാപ്റ്റർ ആണ് എന്റെ ഉള്ളത്. ചാപ്റ്റർ 18 ബ്ലഡ് ബാങ്ക്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? CSSD വരുന്നുണ്ട്, റേഡിയോളജി വരുന്നുണ്ട്, ഡയറ്ററി സർവീസ്. ഇത്രയും 4 ചാപ്റ്റേഴ്സ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം, ബ്ലഡ് ബാങ്ക്. ഓക്കെ, പിന്നെ പുതിയതായിട്ട് ഇപ്പൊ ക്ലാസ്സിൽ കയറിയിരിക്കുന്ന ആരാ? നമ്മുടെ ഈ HA1 HA2 കൂടെ ഇല്ലാതെ ഇസത്ത് ക്ലാസ്സില് ഡെയിലി ക്ലാസ്സിൽ കയറാറുണ്ടോ? ഇസത്ത് കയറാറുണ്ട് അല്ലെ? ഓക്കെ, മേഘയൊക്കെ ഉണ്ട്, ഉണ്ണിമായ ഉണ്ട്, എല്ലാവരും ക്ലാസ് നമ്മള് ലൈവ് ക്ലാസ്സിൽ കയറുന്നവർ തന്നെയാണ്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ നോക്കാം. ബ്ലഡ് ബാങ്ക് ആണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലില് ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ബ്ലഡ് ബാങ്ക്. കണ്ടിട്ടില്ലേ ബ്ലഡ് ബാങ്ക്? കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ ബ്ലഡ് ബാങ്ക് എന്നോ? കേട്ടിട്ടില്ലേ? എന്താ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നേ? ബ്ലഡുകൾ ശേഖരിച്ചു വെക്കുകയും പ്രോസസ് ചെയ്യും. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം, അത് നമുക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കാറുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ബ്ലഡുകള്, ഗ്രൂപ്പുകള്, അപ്പൊ അതിന് ചേരുന്ന ബ്ലഡ് ഏതാണ്, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, റിസീവ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പുകൾ, അങ്ങനെ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാറുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർജറി ഒക്കെ വേണ്ടി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബ്ലഡ് ആവശ്യമായിട്ട് വരും. അപ്പൊ പെട്ടെന്ന് ആ ഒരു ടൈമില് നമുക്ക് ബ്ലഡ് അവൈലബിൾ ആവണമെന്നില്ല. നമ്മുടെ ഗ്രൂപ്പ് നോക്കി അതിന് മാച്ച് ചെയ്യുന്ന ഗ്രൂപ്പ് ബ്ലഡ് മാത്രമേ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള എമർജൻസി കണ്ടീഷനൊക്കെ വരുമ്പോൾ ബ്ലഡ് ബാങ്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അവിടെ എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് അതിന് ചേരുന്ന ബ്ലഡ് അവിടെ നിന്ന് നമുക്ക് എടുക്കാം. അതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? ഇസത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആരും ചെയ്തിട്ടില്ല? ഇല്ല, ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു കാര്യല്ലേ? ഓക്കെ, അപ്പൊ എന്താ പറയാ, നമുക്ക് ഈ ബ്ലഡ് നമ്മള് ഡൊണേറ്റ് ചെയ്യുമ്പോഴോ ഡോണറിന്റെ അടുത്ത് നിന്ന് ബ്ലഡ് എടുക്കും. അതിനു മുന്നേ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട്. ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പൊ ഡോണറിന്റെ അടുത്ത് നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തിട്ട്
ഇതിനകത്ത് അതൊരു ബ്ലഡ് ബാഗിലേക്ക് മാറ്റും. ഇതാണ് ബ്ലഡ് ബാങ്ക് ചെയ്യുന്ന കാര്യം. ബ്ലഡ് ഡോണറിന്റെ അടുത്ത് നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് ബ്ലഡ് ബാഗിലേക്ക് അത് മാറ്റും. അപ്പൊ ഈ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആന്റി കൊയാഗുലന്റ്, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ് ആന്റി കൊയാഗുലന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെപ്പാരിൻ. അപ്പൊ അങ്ങനെ ബ്ലഡ് എടുക്കുന്ന ബ്ലഡ് ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിലേക്ക് മാറ്റുന്നത്, ബ്ലഡ് ബാഗിലേക്ക് അത് മാറ്റുന്നത്. അപ്പൊ അവിടെ ചേർക്കുന്ന ആന്റി കൊയാഗുലന്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ബ്ലഡ് ബാങ്കിലേക്ക് മാറ്റിയിട്ട് ആ ബ്ലഡ് ബാങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബ്ലഡ് കട്ടയാവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ് ഹെപ്പാരിൻ. എക്സാമ്പിൾ ആണ് കേട്ടോ ഹെപ്പാരിൻ. ഹെപ്പാരിൻ പോലുള്ള ഒരു ആന്റി കൊയാഗുലന്റ് ആ ബ്ലഡിലേക്ക് മിക്സ് ചെയ്തിട്ട് ബ്ലഡ് ബാഗിലേക്ക് മാറ്റി വെക്കുന്നു. ഓക്കെ, നമ്മുടെ ബോഡിയിൽ എത്ര ബ്ലഡ് ഉണ്ടെന്ന് അറിയോ? എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ട്? 5 ലിറ്റർ. നമ്മുടെ ബോഡിയിൽ 5 ലിറ്റർ ബ്ലഡ് ആണ് ഉള്ളത്. അപ്പൊ നമുക്കിപ്പോ ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഏജ് 80 to 65, 18നും 65 വയസ്സിനും ഇടയിലുള്ളവർക്ക് ആണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏജ് 65 കഴിഞ്ഞവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് അവിടെ. 18 മുതൽ 65 വയസ്സിന് ഇടയിലുള്ളവർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർക്കുടെ വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. ഡൊണേറ്റ് ചെയ്യുന്ന ആ വ്യക്തിക്ക് വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. പിന്നെ അതുകൂടാതെ അവര് ഹെൽത്തി ആയിരിക്കണം. വെറുതെ നമ്മളിപ്പോ ഒരു ആരോഗ്യം ഇല്ലാത്ത ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവര് ഇതാവില്ല. ഈ ചെക്കപ്പുകളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ അവരവിടെ ബ്ലഡ് എടുക്കുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ്. ഏജ് 80 to 65 ആയിരിക്കണം, അതിന്റെ ഇടയിലുള്ളവരായിരിക്കണം. വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. പിന്നെ അവര് ഹെൽത്തി ഫിറ്റും ആയിരിക്കണം. ആ ബ്ലഡ് എടുക്കാനായിട്ട് ആ ഡോണറിന്റെ ബോഡി എങ്ങനെയാ ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ അതിന് ഫിറ്റും ആയിരിക്കണം. ഇപ്പൊ നമുക്ക് എത്ര ലിറ്റർ എത്ര ml ബ്ലഡ് ആണ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഒരു പ്രാവശ്യം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ 300 ml ബ്ലഡ്, 300 മില്ലി ബ്ലഡ് ആണ് എടുക്കുന്നത്. 300 ml മില്ലിലിറ്റർ ബ്ലഡ് ആണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മളിപ്പോ ഇന്ന് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ ഉടനടി തന്നെ അടുത്ത ഡൊണേഷൻ പറ്റില്ല. ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിനു ശേഷം മെയിൽസിലാണെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ നടത്താം, നെക്സ്റ്റ് ഡൊണേഷൻ നടത്താൻ പറ്റും. മെയിൽസിന്റെ കേസിലാണെങ്കിൽ 90 ദിവസം, അതായത് 3 മാസം, 90 ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താം. പിന്നെ ഫീമെയിൽസിനാണെങ്കിൽ അത് കുറച്ചും കൂടി കഴിയണം. 120 ഡേയ്സ്, 120 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം പറയുന്ന കേട്ടോ. ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ വന്നിട്ടില്ല. കോമൺ ആയിട്ട് ആ ഒരു ബ്ലഡ് ബാങ്ക് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ മെയിൽസിന് 90 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ നടത്താം. ഫീമെയിൽസിലാണെങ്കിൽ എത്രയാണ്? 120 ദിവസം കഴിയണം അടുത്ത ട്രാൻസ്ഫ്യൂഷൻ നടത്താനായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബ്ലഡ് ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അത് കട്ടയാവാതിരിക്കാൻ വേണ്ടി ഒരു ആന്റി കൊയാഗുലന്റ് ചേർത്തിട്ടാണ് ബ്ലഡ് ബാഗിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മള് ഫുള്ള് ബ്ലഡ് ഒരുമിച്ചല്ല അത് സ്റ്റോർ ചെയ്യുന്നത്. ആ ബ്ലഡില് പല കമ്പോണൻസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബ്ലഡില് 4 കമ്പോണൻസ് ആ ഉള്ളത്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, അങ്ങനെ 4 കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അല്ലാതെ ഫുള്ള് ഒരുമിച്ചൊറ്റ ഇതായിട്ട് കളക്ട് ചെയ്യല്ല. ബ്ലഡിലുള്ള ഇങ്ങനെ ഓരോ കമ്പോണന്റും സെപ്പറേറ്റ് ചെയ്യും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞൊരു മെഷീനാണ്. ഇപ്പൊ ബ്ലഡ് എടുത്തിട്ട് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് അതിലെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യും. അതെന്തിനാ? ഇപ്പൊ നമുക്ക് ചിലർക്ക്
ബ്ലഡ് RBC മാത്രം ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതിനകത്തുനിന്ന് RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. ചിലർക്ക് WBC ആയിരിക്കും ആവശ്യം. ബ്ലഡിന് വേറൊരു കമ്പോണന്റ് ആണ് WBC. ചിലർക്ക് WBC ആണ് ആവശ്യമെങ്കിൽ ആ WBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ മതിയാവും. ഒരുമിച്ച് ഒറ്റ ഇതായിട്ടല്ല അവിടെ കളക്ട് ചെയ്യുന്നത്. ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മിഷീനിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ ബ്ലഡ് ബാങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ അതെന്താ വെച്ചാൽ ചിലർക്ക് RBCയുടെ കൗണ്ട് കുറവാണെങ്കിൽ അവർക്ക് RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാകും. ചിലർക്ക് പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും ആവശ്യം. അപ്പൊ ആ പ്ലേറ്റ്ലെറ്റ് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു ചെക്കപ്പ്, പ്രീ ഡൊണേഷൻ ചെക്കപ്പ് നടത്തണം. അവരുടെ ബോഡി ഫിറ്റ് ആണോ, ഹെൽത്തി ആണോ, ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, ഏജ് 80 to 65 അതിന്റെ ഇടയിലാണോ, വെയിറ്റ് 45 kg മുകളിലാണോ, ഇങ്ങനെയുള്ള ഒരു പ്രീ ഡൊണേഷൻ ചെക്കപ്പ് നടത്തിയതിനു ശേഷം ആണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ഇതും കൂടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നോക്കൂ കേട്ടോ. നമുക്ക് ഇപ്പൊ ബ്ലഡ് ഞാൻ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടെങ്കിൽ എന്റെ ബ്ലഡ് അവിടെ എടുക്കില്ല. വെച്ചാൽ എന്റെ ബ്ലഡ് കൊടുക്കുന്ന ആ ഒരു പേഴ്സണും ആ ഡിസീസ് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും HIV അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അവര് നോക്കും. ഓക്കെ, അതും നിങ്ങൾക്ക് ഡീറ്റെയിൽ അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. എല്ലാവർക്കും അതിന്റെ പ്രിന്റ് നോട്ട് ഉണ്ടോ കയ്യില്? പ്രിന്റ് എടുത്തിട്ടുണ്ടോ ഇതിന്റെ? ഉണ്ട് അല്ലേ? ഓക്കെ, ഉള്ളവര് നോക്കാം. അല്ലെങ്കിൽ നമ്മള് ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്തേണ്ട നോക്കാം. ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ എന്താ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു. കുറച്ചുകൂടി നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡ് ബാങ്ക് ഈസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലബോറട്ടറി. ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. വേർ വി സ്റ്റോർ ദ ബ്ലഡ്. അവിടെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നു. അത് വെറുതെ സ്റ്റോർ ചെയ്യല്ല. എന്നെങ്ങനെയാണ്? ആൻഡ് ഡു പ്രോപ്പർ ടെസ്റ്റിംഗ് ഓഫ് ബ്ലഡ്. പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തിനാണ് അവിടെ ടെസ്റ്റിംഗ് നടത്തുന്നത്? ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലം. ആ ബ്ലഡ് ഒരാളുടെ അവിടെ കളക്ട് ചെയ്തു, അപ്പൊ വേറൊരാൾക്ക് അത് ആ ബ്ലഡ് കൊടുക്കണമെങ്കിൽ അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റ് അത് സംബന്ധിച്ചുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് എന്ത് ചെയ്യുക? ടെസ്റ്റ് നടത്തി സ്റ്റോർ ചെയ്യുന്ന ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ പ്രോപ്പർ ടെസ്റ്റിംഗ് നടത്തുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഫസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെച്ചോട്ടോ. ഹെഡിങ് കൊടുക്കാം. Chapter 18 Blood Bank. Blood bank is a part of hospital laboratory. Blood bank is a part of hospital laboratory, where WHERE, where we store the blood. Store, 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 where we store the blood. Store the blood, where we store the blood and do proper testing of blood, and do proper testing of blood, to avoid AVOID, to avoid the risk of
the risk, RISK, to avoid the risk of transfusion related problems. Transfusion related problems. Blood bank is a part of hospital laboratory where we store the blood and do proper testing of blood to avoid the risk of transfusion related problems. Okay. അപ്പൊ അതിനകത്ത് നമ്മൾ എഴുതി പറഞ്ഞു ട്രാൻസ്ഫ്യൂഷൻ, ഒരു വേർഡ് വന്നു അവിടെ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആളിൽ നിന്ന് മറ്റു ആളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റു ആളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് എഴുതി വെച്ചോട്ടോ. ട്രാൻസ്ഫ്യൂഷൻ. The process of transferring, TRANSFERING, the process of transferring blood from one person to another. The process of transferring blood from one person to another. ആണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, അഖില ഒന്ന് വായിച്ചേ. എന്താ നമ്മൾ എഴുതിയത് ഡെഫിനിഷൻ ബ്ലഡ് ബാങ്കിന്റെ? വാട്ട് ഈസ് ബ്ലഡ് ബാങ്ക്? അഖില ഒന്ന് വായിക്കോ? മിസ് ഇപ്പൊ എഴുതിയ സെന്റൻസ് ആണോ? ഇപ്പൊ എഴുതിയ സെന്റൻസ് ആണോ? ബ്ലഡ് ബാങ്ക് ഫസ്റ്റ് നമ്മൾ എഴുതിയില്ലേ? ഫസ്റ്റ് എനിക്ക് കിട്ടിയില്ല മിസ്. ഇപ്പൊ പറഞ്ഞ സെന്റൻസ് എഴുതാൻ പറ്റിയില്ല. അപ്പോഴേക്ക് ഇപ്പൊ എഴുതി പറഞ്ഞത് ട്രാൻസ്ഫ്യൂഷൻ എഴുതിയില്ല. ഇല്ല ഇപ്പൊ ഇത് പറഞ്ഞ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ബാങ്ക് blood from one person to another. Okay, the process of transferring blood from one person to another ആണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ. ജൂഡി ഒന്ന് വായിക്കോ, ബ്ലഡ് ബാങ്ക് എന്താണ്? Blood bank is a part of hospital laboratory where we store the blood and do proper testing of blood to avoid the risk of transfusion related problems. Okay, very good. നമ്മൾ രണ്ട് കാര്യങ്ങൾ എഴുതിയത് ബ്ലഡ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു, പിന്നെ രണ്ടാമത്തെ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് നോക്കാം. The term blood bank generally refers to a department of hospital, usually within a clinical pathology laboratory where we store of blood products take place and where pre-transfusion and blood compatibility testing is executed. അത് തന്നെയാണ് നമ്മുടെ ഡെഫിനിഷൻ ആയിട്ട് എഴുതിയത്. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ, പത്തോളജി, ലബോറട്ടറി. പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? പത്തോളജി. What is pathology? Pathology എന്ന് പറഞ്ഞാൽ is the study of pathology is the study of the causes. Study of the causes. Yes. അത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. പത്തോളജി. Pathology is the study of the causes. CAUSES. Causes and effect of EFFECTS. Effects of disease or injury. ഡിസീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് പത്തോളജി എന്ന് പറയുന്നത്. And effects, EFFECTS. Effects of disease, DISEASE. Disease or injury, INJURY. Disease or injury. മലയാളത്തിലെ രോഗ നിദാന ശാസ്ത്രം എന്ന് പറയും. ഡിസീസും അത് ഇഞ്ചുറി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പഠനങ്ങളാണ് പത്തോളജി.
അപ്പൊ ഇത് ക്ലിനിക്കൽ പതോളജി ലാബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എങ്ങനെയാ? where the free transfusion and blood compatibility testing is executed. അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ക്ലിനിക്കൽ പതോളജി ലാബോറട്ടറിയുടെ ഒരു ഭാഗമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് the task related to blood collection. Okay, ഇവിടെ എന്തൊക്കെ ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ നടത്തുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ. ബ്ലഡ് കളക്ഷൻ, രണ്ടാമത്തെ പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. അപ്പൊ നോക്കിയേ, ബ്ലഡ് ബാങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ ടാസ്കുകളാണ്? ബ്ലഡ് കളക്ഷൻ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അത് പ്രോസസ്സിംഗ് ചെയ്യുന്നു, ഓരോ പ്രോസസ്സിംഗ് നടത്തുന്നു, ടെസ്റ്റിംഗ് ചെയ്യുന്നു, അത് ഓരോന്നും സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ മിഷേലിട്ട് സെപ്പറേഷൻ ചെയ്യുന്നു, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇത്രയും ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ ഇൻവോൾവ് ചെയ്യുന്നത്. The blood banking involves the task related to blood collection, processing, testing, separation and storage. In next sentence, WHO. In the expanded form, WHO. World Health Organization. World Health Organization. WHO developed a global approach blood safety to curtail the blood burden of disease due to unsafe blood transfusion. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? WHO ഡെവലപ്പ് ചെയ്ത ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട് WHO. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് സേഫ്റ്റി. ബ്ലഡ് സേഫ്റ്റിയെ കുറിച്ച് ദ കട്ടൈൽഡ് ബർഡൻ ഓഫ്, കട്ടൈൽ എന്ന് വെച്ചാൽ എന്താ? കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഡിസീസ്, ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഡിസീസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് WHO ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഏത്? ബ്ലഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട്, ബ്ലഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് WHO ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിസീസസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. An average person carries almost 5 liters of blood. പറഞ്ഞല്ലോ നമ്മള്, ആവറേജ് പേഴ്സൺ, ഒരു ആവറേജ് ഒരാൾക്ക് 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. അത് ചോദിക്കും കേട്ടോ. 5 ലിറ്റർ. ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് 5 liters of blood. It circulates the body through blood vessels. Body blood vessels കൂടെ അത് സർക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട്. നമുക്കറിയാം ബ്ലഡ് പമ്പ് ചെയ്യുന്ന പമ്പിങ് ഓർഗൻ ആണ് ഹാർട്ട്. ഇന്ന് പല ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നു. പല ഭാഗത്തു നിന്ന് നേരെ തിരിച്ച് ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഹൃദയത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. ഓക്കെ, അതിപ്പോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന വെയിൻസും ഹൃദയത്തിൽ നിന്ന് ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയിലെ പല ഭാഗത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആർട്ടറീസും ആണ് ധമനികളും സിരകളും. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് ബ്ലഡ് എത്തിക്കുന്നത് ആർട്ടറീസ്, ധമനികളും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധരക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? വെയിൻസുകളും ആണ്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്നും അതിനകത്ത് വരുന്നില്ല. ഹാർട്ടിന്റെ സ്ട്രക്ചർ എത്ര അറകളുണ്ട് നമ്മുടെ മനുഷ്യ ഹൃദയത്തില്? എത്ര ചേംബേഴ്സ് ഉള്ളേ? 4 അല്ലെ? 4 ചേംബേഴ്സ് ആണ്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് 4 ചേംബേഴ്സ് ആണുള്ളത്. റൈറ്റ് ഏട്രിയം ഇതിൽ നിന്ന് അത് വലതുവശത്തുള്ളത് റൈറ്റ് ഏട്രിയം. അവിടെ ഏതാണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം ഹൃദയത്തിന്റെ റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് കൊണ്ടുവയ്ക്കുന്നത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അവിടെ നിന്ന് നേരെ ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിൽ വെച്ച് അവിടെ ഒരു എക്സേഞ്ച് നടക്കുന്നു. ലങ്സ് എന്താ ചെയ്യുന്നേ? ലങ്സ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത്, ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ലങ്സ് അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പൊ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയി ശുദ്ധരക്തമായി അത് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് വന്നിട്ട്
നമ്മുടെ പല ഭാഗത്തേക്കും മഹാധമനി അയോർട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം എത്തിക്കുകയും ചെയ്യുന്നത്. അതാണ് ആ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആവറേജ് പേഴ്സണിൽ ഇങ്ങനെ 5 ലിറ്റർ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം അതൊന്നും ഇതിനകത്ത് വന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അയോർട്ട വഴിയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് ശുദ്ധരക്തം എത്തിക്കുന്നത്. പമ്പിങ് ഓർഗൻ ആണ് ഹാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നോക്കാം, പമ്പിങ് ഓർഗൻ ഏതാണെന്ന് ചോദിക്കും. ഹൃദയമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ അതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ. എന്താണ് നമ്മള് ബ്ലഡ് ബാങ്ക് എന്താണെന്നുള്ളത് പറഞ്ഞു. ബ്ലഡ് ബാങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ടാസ്കുകൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് കളക്ഷൻ, പ്രോസസിങ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. പിന്നെ WHO ഒരു ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡിസീസുകളൊക്കെ കുറയ്ക്കാൻ, എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് WHO ഒരു ഗ്ലോബൽ അപ്രോച്ച് ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ലാസ്റ്റ് ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് 5 liters ഓഫ് ബ്ലഡ്. 5 ലിറ്റർ ബ്ലഡ് ആണുള്ളത്. അത് ബോഡി കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ക്ലിയർ അല്ലേ? അധികമൊന്നും ഇല്ല അതിനകത്ത്, ജസ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്? എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്കിൽ ഉള്ള ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? Which of the following is included in the functions of blood bank? അല്ലെങ്കിൽ not included the functions എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതിനകത്ത് ഫങ്ഷൻസ് നോക്കാം. The hospital blood bank functions are. ഹോസ്പിറ്റലിലുള്ള ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ്. കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആണ് സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റാപ്പിഡ്, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണന്റ്. ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് ആ അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. നമ്മളിപ്പോ ബ്ലഡ് ബാങ്കിൽ നമ്മൾ ഇന്ന ബ്ലഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാന്നാണ് അവർ പറയുന്നത്. അപ്പൊ തന്നെ സ്വിഫ്റ്റ് ആയിട്ട് തന്നെ ആ ബ്ലഡ് അപ്പൊ അവൈലബിൾ ആവണം അല്ലേ? നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് നടക്കാം. നമ്മൾ ബ്ലഡിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ബ്ലഡ് ബാങ്കിൽ എല്ലാ ടൈപ്പും ബ്ലഡ് അവിടെ എപ്പോഴും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സർജറി സമയത്തൊക്കെ ആയിരിക്കും പെട്ടെന്ന് ബ്ലഡ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നേരെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ആ ബ്ലഡ് നമുക്ക് അവിടെ എടുക്കാം. ഒരു താമസം വരുന്നില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസ് അതിന്റെ അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റിന് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. എപ്പോഴാണ് ആവശ്യം ഉടനടി അത് ആ ബ്ലഡ് എത്തിക്കുക. സെക്കൻഡ് പോയിന്റ്, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ഓക്കെ, വാലിഡേറ്റിംഗ് എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാം ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. അപ്പൊ അതിന് സാമ്പിൾസ് ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്, അതുപോലെ തന്നെ റിക്വസ്റ്റുകള് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഇതൊക്കെ ബ്ലഡും ആ ബ്ലഡ് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള സാമ്പിളുകളും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുക. ഇവിടെ എത്രയൊക്കെ ബ്ലഡ് ഉണ്ട്, ഏതൊക്കെ സാമ്പിൾസ് അവിടെ ഉണ്ട്, ആ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസുകൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വാലിഡേറ്റിംഗ് ഓർ ചെക്കിംഗ് എഴുതിയാലും മതി അവിടെ. ചെക്കിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. അവിടെ സ്റ്റോർ ചെയ്യുന്ന ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സിന്റെ ഒക്കെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസുകൾ ചെക്ക് ചെയ്യുക. പിന്നെ തേർഡ് പോയിന്റ്, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ. അത് റിസീവ് ചെയ്യുന്ന ആർക്കാ റിസീവ് ചെയ്യുന്നത്? പേഷ്യന്റ് ആണ് ബ്ലഡ് സ്വീകരിക്കുന്ന ആള്, റെസിപ്പിയന്റ് അല്ലെങ്കിൽ പേഷ്യന്റ്. അപ്പൊ അവര് തമ്മിലുള്ള ആ സ്യൂട്ടബിലിറ്റി, ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി നോക്കുക. രോഗപ്രതിരോധ ശേഷി അവർക്ക് അത് കറക്റ്റ് എന്താ പറയാ സ്യൂട്ടബിൾ ആണോ, അല്ലെങ്കിൽ ഇന്ന ബ്ലഡ് ഇന്ന ഗ്രൂപ്പുകാർക്ക് ഇന്ന ബ്ലഡ് ചേരുള്ളൂ എന്നൊക്കെ ഉണ്ട്. അത് ഡീറ്റെയിൽ പഠിക്കാൻ നമുക്ക്
അപ്പൊ അങ്ങനെയുള്ള അത് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. അല്ലാതെ നമുക്ക് ചേരില്ലാത്ത ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്കുടെ ആ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുക. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെയും അത് റിസീവ് ചെയ്യുന്ന ആളുടെയും അവർക്കുടെ കറക്റ്റ് ആണോ, ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ ചേരുന്നതാണോ, ഈ ബ്ലഡ് അയാൾക്ക് കൊടുക്കാമോ, അങ്ങനെയുള്ളത് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി നോക്കുക. പിന്നെ അടുത്തത് ഫോർത്ത് പോയിന്റ്, ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ബ്ലഡ് കമ്പോണന്റ് സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസ് നോക്കണം. Choosing of suitable blood components for each clinical condition. Blood component sample പരിശോധിച്ച ശേഷമുള്ള ആ ക്ലിനിക്കൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. പിന്നെ കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. കോഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യുക. നമ്മൾ ശ്രദ്ധയില്ലാതെ ഒന്നും നമുക്കത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഹാൻഡിലിംഗും ഒക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതാണ് അടുത്ത പോയിന്റ്. കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ശ്രദ്ധയോടുകൂടി ഡെലിവറി ചെയ്യുക. അതിന്റെ ബ്ലഡ് കമ്പോണൻസ് കൈകാര്യങ്ങളും ഡെലിവറിയും ഒക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അടുത്ത ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. അടുത്തത് ഇൻവെന്ററി എന്ന് വെച്ചാൽ വിവരങ്ങളൊക്കെ. അതുപോലെ സ്റ്റോക്ക് മാനേജ്മെന്റ് നോക്കുക. ബ്ലഡ് ആൻഡ് ഇറ്റ്സ് ബ്ലഡ് എലമെന്റ്. ഏതൊക്കെ ബ്ലഡ് ആണ് അവിടെ സ്റ്റോക്ക് ഉള്ളത്, സ്റ്റോക്ക് തീരാറായ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, അപ്പൊ അങ്ങനെയുള്ള ഒരു വിവര പട്ടികകള് അവിടെ ഒരു ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ. അപ്പൊ അതെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിലും നമ്മൾ അത് തീർന്നു കഴിഞ്ഞ് നമ്മളത് പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് അത് ആവശ്യമായിട്ട് വന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമ്മൾ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ അതിന്റെ ഏതൊക്കെ ബ്ലഡ് ആണോ, ഏതൊക്കെ ഇതാണോ ഇവിടെ കുറവുള്ളത്, അപ്പൊ അത് അതിനനുസരിച്ച് വേഗം തന്നെ അതവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ്, ഇവരെ പട്ടികകളും അവിടെ എത്ര ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ ആണ്, ബ്ലഡ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട്, അപ്പൊ ആ സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ നോക്കണം. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് elements. Next, last point, communication with the blood establishment. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന സംഘടനകളൊക്കെ ഇല്ലേ, കുറച്ച് യൂത്ത് പിള്ളേരൊക്കെ കൂടിക്കൊണ്ട് ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സംഘടനകളൊക്കെ, കുറച്ച് പേരൊക്കെ എപ്പോഴും ഏത് സമയത്തും ബ്ലഡ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നവരുടെ ഗ്രൂപ്പുകള്, സംഘടനകള്, ബ്ലഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനം, അതാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ബ്ലഡ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അവരുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ ആ ബ്ലഡ് ബാങ്കിൽ അവർക്ക് ആവശ്യമുള്ള ബ്ലഡ് ആ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ അതിന് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക. അപ്പൊ നമുക്ക് ഇവിടെ ബ്ലഡ് ബാങ്കിൽ ഏതാണ് കുറവുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് തരുന്ന സ്ഥാപനം അവിടെ വിളിച്ചിട്ട് നമ്മൾ അറിയിക്കുക. അപ്പൊ അവര് ഇവിടെ ആവശ്യമുള്ള ഏത് ഗ്രൂപ്പ് ബ്ലഡ് ആണ് വേണ്ടത് എന്നതനുസരിച്ച് അവര് വ്യക്തികൾ വന്നിട്ട് തന്നെ ബ്ലഡ് ഇവിടെ കൊടുത്തോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ അവരുമായിട്ട് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. നമ്മൾ അവരുമായിട്ട് ഒരു ഡീലിങ്സ് ഇല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് പെട്ടെന്ന് ആവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന വ്യക്തികൾ ചേർന്നുള്ള ഒരു സ്ഥാപനമാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഇത്രയും ഫങ്ഷൻസ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് വരുന്നതാണ്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം. എല്ലാ ഒരു ബ്ലഡും ഒക്കെ ആയിട്ട് ഏകദേശം റിലേറ്റ് ചെയ്ത് തന്നെ ആണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് ഒന്നുമില്ല. നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ പോയിന്റ്സിലും തന്നെ ബ്ലഡ് എന്നുള്ളൊരു വേർഡ് തന്നെ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഓക്കെ, swift response to urgent request for blood components, validating pre-transfusion samples and request to reserve the blood and blood products, evaluation of immunological suitability between the donor and patient, choosing of suitable blood components for each clinical condition, പിന്നെ അതുപോലെ portion delivery and handling of blood components, inventory and stock management of blood and its elements, communication with the blood establishment. Okay, എത്ര പോയിന്റ്സ് ഉണ്ട്? 7 പോയിന്റ്സ് ഉണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ്.
മിസ് രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? രണ്ടാമത്തെ പോയിന്റ് ഓക്കെ പറയാം കേട്ടോ. കഴിഞ്ഞ എല്ലാവരുടെയും കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി നോക്കിയേ. വാലിഡേറ്റിംഗ്. വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെക്കിംഗ് എന്നാണ്. ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്, ട്രാൻസ്ഫ്യൂഷന് മുന്നുള്ള സാമ്പിളുകൾ അത് ചെക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ബ്ലഡ് എടുക്കണമെങ്കിൽ നമ്മൾ സാമ്പിൾ എടുക്കുമല്ലോ, സാമ്പിൾ ടെസ്റ്റിന് എടുക്കും. എന്നിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ആ ഒരു, ഇപ്പം നമ്മൾ പറഞ്ഞില്ല 1 പ്രാവശ്യം 300 ml ബ്ലഡ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ നമ്മളിപ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ബ്ലഡ് ബാങ്ക് ചെല്ലുവാണെങ്കിൽ നമ്മൾ 300 ml ബ്ലഡ് ആദ്യം എടുക്കൂല. ആദ്യം ഒരു സാമ്പിൾ, ഒരു സിറിഞ്ചിലെ സാമ്പിൾ ടെസ്റ്റിങ്ങിന് എടുക്കും. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ അത് ചെക്ക് ചെയ്യുക. അതാണ് ഒന്നാമത്തെ, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. ആൻഡ് റിക്വസ്റ്റ്. റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ്. റിസർവ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യുക, റിക്വസ്റ്റ് അനുസരിച്ച് ആ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിള് വാലിഡേറ്റ് ചെയ്യുക. എന്നിട്ട് സാമ്പിൾ ഒക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ എന്താണ് ആ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ അവിടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. റിസർവ് എന്ന് പറഞ്ഞ മീനിങ് സ്റ്റോർ എന്നാണ്. ശേഖരിക്കുക, സ്റ്റോർ ചെയ്യുക. ഓക്കെ, കഴിഞ്ഞല്ലാതെ ഫങ്ഷൻസ് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്. ഇല്ല. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞല്ലോ. നിമിഷ ഒന്ന് വായിക്കോ? 2 പോയിന്റ് ഒന്ന് വായിക്കോ നിമിഷ? പ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് പോകാം. ലൊക്കേഷന്റെ ആണോ മിസ്? അതോ ഇല്ല, ഫങ്ഷൻസ് മാത്രം. ഫങ്ഷൻസ് swift response to urgent request for blood components, validating pre-transfusion samples and request to reserve the blood and blood product. അൽഫോൺസ അടുത്ത 2 പോയിന്റ് വായിച്ചേ. അൽഫോൺസ അടുത്ത 2 പോയിന്റ് ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? അഖില ഒന്ന് വായിക്കോ? കേൾക്കുന്നില്ലേ നിങ്ങള്? അനുഷ അടുത്ത 2 പോയിന്റ് ഒന്ന് വേഗം വായിക്കോ? ഞാൻ വിളിച്ചാരും കേൾക്കുന്നില്ലേ? നീ നെക്സ്റ്റ് ആരാ? ഹരിത ഒന്ന് വായിക്കോ? ഞാൻ വിളിച്ചാരും കേൾക്കുന്നില്ലേ? നീ നെക്സ്റ്റ് ആരാ? അനുഷ ഒന്ന് വായിക്കാമോ അടുത്ത 2 പോയിന്റ്? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അനുഷ എക്കോ വരുന്നുണ്ടോ? വരുന്നുണ്ട് അല്ലേ? അതെ. ഇപ്പോഴോ? ഇപ്പൊ കുഴപ്പമില്ല. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അനുഷ ഒന്ന് വായിക്കോ അടുത്ത 2 പോയിന്റ് വേഗം. പ്രിൻസി ഒന്ന് വായിക്കോ? Evaluation of immunological suitability between donor and patient, choosing of suitable blood components for each clinical condition. Okay, വേഗം അടുത്ത 2 പോയിന്റ് വായിച്ചേ. Cautious delivery and handling of blood components, inventory and stock management of blood and its elements, communications with the blood establishment.
ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് തരുന്ന ആ സ്ഥാപനവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ലൊക്കേഷൻ ആണ്. ഇതും ചോദിക്കാം കേട്ടോ. ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള് typically should be situated on the ground floor. ബ്ലഡ് ബാങ്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എവിടെ വെക്കാനാണ്? ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കാനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, typically should be situated on the ground floor. പഠിച്ചേക്കാം, ബ്ലഡ് ബാങ്ക് typically should be situated on the floor. ഏത് ഫ്ലോറിൽ വെക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. എന്തുകൊണ്ടാ? പെട്ടെന്ന് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഇപ്പൊ ഏറ്റവും ടോപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ വരെ ചെല്ലാനൊക്കെ ഉള്ളൊരു സമയം വേണമല്ലോ. ഇപ്പൊ നമ്മൾ മിക്കവാറും തന്നെ നമ്മളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയല്ലേ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്കൊക്കെ ബ്ലഡ് പെട്ടെന്നൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് പുറമേ നിന്നുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ എളുപ്പത്തിനും എല്ലാം ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ബ്ലഡ് ബാങ്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് പിടിച്ചൊക്കെ പിന്നേക്ക് നടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് typically should be situated on the ground floor. മറക്കുക, ബ്ലഡ് ബാങ്ക് typically should be situated on ഏത് ഫ്ലോറിലായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോർ. ഇനി അടുത്ത് നോക്കിയാൽ ഈസി വിസിബിലിറ്റി, പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ 4th ഫ്ലോറിൽ ഏറ്റവും ബാക്കിലൊക്കെ ആയിട്ടൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ പെട്ടെന്ന് ബ്ലഡ് ബാങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് ആവശ്യമാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് കാണാവുന്ന രീതിയിൽ ഈസി വിസിബിലിറ്റി ഉണ്ടാവും, പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന രീതിയിലായിരിക്കണം ബ്ലഡ് ബാങ്ക്. ഓക്കെ, പെട്ടെന്ന് എല്ലാവർക്കും കണ്ടുപിടിക്കാവുന്ന രീതിയിലായിരിക്കണം ഈസി വിസിബിലിറ്റി. പിന്നെ അടുത്ത് നോക്കി, ഇറ്റ് നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, OT കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഇതിനോടൊക്കെ അടുത്തായിരിക്കണം കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ പെട്ടെന്ന് സർജറി സമയത്ത് ബ്ലഡ് ആവശ്യമാണ്, പെട്ടെന്ന് അവിടുന്ന് ബ്ലഡ് എടുക്കാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിനോട്, OT കോംപ്ലക്സിനോട്, പിന്നെ അതുപോലെ ആക്സിഡൻസ് ഒക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ബ്ലഡ് പെട്ടെന്ന് ആവശ്യമായിട്ടൊക്കെ വരികയാണെങ്കിൽ അങ്ങോട്ടൊക്കെ ബ്ലഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെയായിട്ട് ബ്ലഡ് ബാങ്ക് തൊട്ട് അടുത്തായിരിക്കണം. കിട്ടിയ 3 പോയിന്റ്. സംശയമുണ്ടോ? Situated on ground floor, easy visibility, approximately with the emergency department, OT complex, hospital, clinical department ഇതിനോടൊക്കെ അടുത്തായിരിക്കണം. ക്ലിയർ അല്ലേ 3 പോയിന്റ്? Yes, ma'am. Okay. Next നോക്കിയേ, next point. It will have a distinct entry and exit. ഒരു സെപ്പറേറ്റ്, ഡിസ്റ്റിങ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് വേണം. വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കട്ടൈൽ ദ ട്രാഫിക് കൺജങ്ഷൻ. അവിടെ ട്രാഫിക് കൺജങ്ഷൻ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക എൻട്രിയും എക്സിറ്റ് വേണം. ബ്ലഡ് ബാങ്കിലേക്ക് കയറാൻ ഒരു വഴി വേണമെങ്കിൽ എക്സിറ്റ്, പുറത്തേക്ക് ഇറങ്ങാൻ വേറെ ഇതൊക്കെ കൊടുക്കാം. അപ്പൊ അല്ലെങ്കിൽ ആ കയറുന്ന വഴിയിലൂടെ തന്നെ ഇറങ്ങുമ്പോ അവിടെ ഒരു ട്രാഫിക് കൺജക്ഷൻ, തിരക്ക് വരും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് കൊടുക്കാം. പിന്നെ ആൻഡ് വിത്ത് വൈഡ് കോറിഡോർസ്, നല്ല വീതിയുള്ള കോറിഡോർസ് കൊടുക്കാം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, ഇപ്പൊ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ അവർക്കൊക്കെ ആളുകൾക്കൊക്കെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് സ്പേസ്, പിന്നെ വൈഡ് കോറിഡോർസ് ഒക്കെ കൊടുക്കാം. ഇതെല്ലാം ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 4th പോയിന്റ് ആണ്. ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടൈൽ ട്രാഫിക് കൺജക്ഷൻ. ഇതെന്തിനാ? തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കർട്ടൈൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ, കുറയ്ക്കുക. ആ തിരക്ക് അവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക എൻട്രി എക്സിറ്റും വൈഡ് കോറിഡോർസും അതുപോലെ തന്നെ വെയിറ്റിംഗ് സ്പേസ് ഒക്കെ കൊടുക്കുക. അടുത്ത നോക്കിയേ, ലാസ്റ്റ് പോയിന്റ്. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ത്രൂ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറയ്ക്കണം. അവിടെ നല്ല സ്പേഷ്യസ് ആയിരിക്കണം. അവിടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആ സ്ഥലം സ്പേഷ്യസ് ആയിരിക്കണം. വിത്ത് മിനിമം. പക്ഷെ എന്താണ് അവിടെ പബ്ലിക് എൻട്രി മിനിമം ആക്കണം, കുറയ്ക്കണം.
entry so that there is no inference the work of the lab technician. അവിടെ ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യന്റെ ജോലിയൊക്കെ തടസ്സമില്ലാതാക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് എൻട്രി കുറയ്ക്കണം. ഇപ്പൊ നമ്മൾ എന്താ പറയാ, പെട്ടെന്ന് എന്താ ഇപ്പൊ ഈ ഫാർമസിയുടെ ഒക്കെ അടുത്തൊക്കെ ആണെങ്കിലും മരുന്നൊക്കെ മേടിക്കാൻ ഒത്തിരി ആളുകളൊക്കെ വരും. അപ്പൊ അതിനോട് അടുത്തൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും, ആളുകളുടെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. പിന്നെ അതിൽ കൂടെയാണ് ഫാർമസിയിലേക്ക്, ബ്ലഡ് ബാങ്കിന്റെ അതിൽ കൂടെയാണ് ഫാർമസിയിലേക്ക് പോണെങ്കിൽ ആളുകളുടെ ഭയങ്കര തിരക്കും ഒക്കെ ആയിരിക്കും. അപ്പൊ അത് അവിടെ എന്ന് പറഞ്ഞാൽ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്തും അല്ലെ, ആളുകളുടെ സൗണ്ടും നടക്കണം, എപ്പോഴും ഒരു തിക്കും തിരക്കും ഒക്കെ വരുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെ പബ്ലിക് എൻട്രി കുറയ്ക്കണം. ആ ഒരു പ്ലേസിലേക്ക് ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് മാത്രം പോകാവുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലേണ്ട ഒരു ഇത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരോ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ വല്ല ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കോ വേണ്ടി മാത്രം അങ്ങനെ അവിടെ അങ്ങനെ ലിമിറ്റഡ് ആയിരിക്കണം. ഓക്കെ, പബ്ലിക് എൻട്രി അവിടെ കുറയ്ക്കണം. എന്തിനു വേണ്ടിയിട്ടാ? there is no inference the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് എൻട്രി കുറച്ച് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. ഓക്കെ, it must be spacious though with the minimum public entry so that there is no inference the work of the lab technician. Okay, അത്രയും പോയിന്റ്സ് ആണ്, 5 പോയിന്റ്സ് അതിനകത്ത് വരുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ലൊക്കേഷൻ, ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ വായിക്കാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ എല്ലാവരും വായിക്കുക കേട്ടോ. വായിച്ച് തീർന്നില്ലെങ്കിൽ എന്നോട് പറയുക, നിങ്ങൾക്ക് 2 മിനിറ്റ് കൂടി തരാം. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ ഇരുന്നാലും നിങ്ങൾക്ക് വായിക്കാലോ. പിന്നെ ഇന്ന് വൈകുന്നേരം നിങ്ങൾ കിടക്കണേക്കായി മുന്നൊക്കെ ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഇതിലും ഏതൊക്കെ പോയിന്റ്സുകൾ എവിടേക്കാണ് കിടക്കുന്നത് എന്നൊക്കെ കിട്ടും. ഇന്ന് തന്നെ നമ്മൾ പറയില്ലേ, സ്കൂൾ തൊട്ട് പറയാറില്ലേ, അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ നമ്മൾ വായിച്ചു വെക്കുക. നാളേക്ക് വെക്കുമ്പോ നമ്മൾ അത് കുറച്ച് മറന്നു മതി. പിറ്റേ ദിവസം ആകുമ്പോ കുറച്ചുകൂടി മറന്നു. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒന്നും ഓർമ്മയില്ലാതെ വരും. അതുകൊണ്ട് അന്നന്ന് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ ഏകദേശം മനസ്സിലായല്ലോ എത്രമാത്രം നമുക്ക് സ്കോർ ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഈ ഒരു 4 ചാപ്റ്റർ ഞാൻ പറഞ്ഞു, ഈ 4 ചാപ്റ്ററും നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോ തന്നെ പഠിക്കും എന്നുള്ളൊരു വാശിയായിട്ട് എടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. ഈ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ വായിക്കാൻ പറയുന്ന സമയത്ത് എല്ലാവരും നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം. ഓരോരുത്തരെയും കൊണ്ട് വായിപ്പിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് തന്നെ വായിക്കാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ഇരുന്ന് വായിക്കുക. ഒരു പ്രാവശ്യം നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് വായിക്കാം. ഓക്കെ അല്ലേ? 5 പോയിന്റ് ഉള്ളൂ. വേഗം ഒന്ന് നോക്കാം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാം വരുമ്പോ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയണം എല്ലാവരും. ഓക്കെ, ഇതിനു വേണ്ടി വേറെ സമയം കളയണ്ട. നിങ്ങൾക്ക് അടുത്ത തന്നെ എക്സാം ഒക്കെ ഉണ്ടാവും. HMD ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം വരും. സ്മിത, ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടോ? സ്മിത HMD ആയിരുന്നില്ലേ? HMD-ലായിരുന്നില്ലേ സ്മിത? റിവിഷൻ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്ത ടീച്ചറെ. എന്താ കേട്ടില്ല? റിവിഷൻ കിട്ടൂലോന്നോർത്ത് ജോയിൻ ചെയ്തതാ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ടാണ് ലിങ്ക് കിട്ടുന്നത് HM1-നും HM2-നും കൂടി? ആണോ സ്മിതേ? നമുക്ക് മറ്റേ നിമിഷമൊക്കെ ഞങ്ങളുടെ ഇതിലുണ്ടല്ലോ. അപ്പൊ ഓക്കെ, അങ്ങനെ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ട് എക്സൈസ് ചെയ്താണോ? ലിങ്ക് കൊടുത്താണോ? ഓക്കെ. ഞങ്ങള് കേറിയതാ മിസ്. അപ്പൊ അത് റിവിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഈ ചാപ്റ്റേഴ്സ്. അന്ന് പഠിപ്പിച്ചപ്പോ പിന്നെ റിവിഷൻ നടത്തിയില്ലോ, അന്ന് എക്സാം നടത്തിയിട്ടുണ്ടായില്ലോ. 38 ഓ 39ഓ? 38 ആയിരുന്നു അല്ലേ? മാം ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും മോഡൽ എക്സാം നടത്തിയപ്പോഴേ കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ റിവിഷൻ ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നു.
വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് റിവിഷൻ തന്നില്ലായിരുന്നു. ഇല്ലായിരുന്നു, എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പൊ റിവിഷൻ ബ്ലഡ് ബാങ്ക് ആരോ വിളിച്ച് പറഞ്ഞു നമ്മുടെ മാം പറയണ്ടായിരുന്നു. നിങ്ങൾക്ക് റിവിഷൻ തന്ന കാര്യമൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാന്ന് അറിയില്ല. ഇതിപ്പോ ഇതിപ്പോ ഈ സാറ്റർഡേ എക്സാം അല്ലേ ഞങ്ങൾക്ക് ഇനി റിവിഷൻ തരാൻ ടൈം ഉണ്ടാവില്ല മിസ്സേ. സാറ്റർഡേ മോഡൽ എക്സാം അല്ലേ? May 4th ഫൈനൽ എക്സാം. 27 ആണല്ലേ എക്സാം? 27-ന് HA1-ന് മോഡൽ എക്സാം ആണ്. HA1-ന് മോഡൽ, 4th-ന് മെയിൻ എക്സാം. 4th അല്ലേ? റിവിഷൻ തരാൻ സമയമില്ലല്ലോ. ഇങ്ങനെ പറയണ്ടായിരുന്നു. ഇങ്ങനെ മാം വന്നിട്ട് ഇങ്ങനെ നിങ്ങക്ക് നല്ലതായിരുന്നു, ഞങ്ങക്ക് തരികയാണ്. 10-15 ചാപ്റ്റർ ഉണ്ട് മിസ്സേ, ഞാൻ നോക്കിയായിരുന്നു. മറ്റേ ടീച്ചറിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് കൂടുതലുണ്ട് അല്ലേ? മോഡല് 1ഉം 2ഉം കൂടി കൂട്ടി 10-15 ചാപ്റ്റർ ഉണ്ട്. ടെർമിനോളജീസും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ലോങ് ചാപ്റ്റർ ജിഷ മിസ്സിന്റെ. ജിഷ മിസ്സിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കൂടുതലുണ്ട്. ഇനി HA2-ന് ഇനി എടുക്കാനുള്ളത് കൂടുതലുണ്ട്. ജിഷ ടീച്ചറിന്റെ മാത്രം. അശ്വതി ടീച്ചറിന് 3 ചാപ്റ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മുടെ 4 ചാപ്റ്റർ ഉള്ളത്. അതിപ്പോ ഈ ഒരു മാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ. അല്ല ഞങ്ങൾക്ക് ഇല്ലല്ലോ മിസ്സേ. നിങ്ങൾക്ക് അതാ പറഞ്ഞേ, ആരോ വിളിച്ചിവിടെ പറയണ്ടായിരുന്നു, മാം പറയണ്ടായിരുന്നു അവർക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് റിവിഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് എങ്ങനെയാന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. മാം ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങൾക്കൊരു എങ്ങനെയാന്നുള്ളത് അറിയിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 27-ാം തീയതി എക്സാം ഉണ്ടെന്നാലോ പറഞ്ഞേക്കണത്. മോഡലല്ലേ എക്സാം? ഓക്കെ, കഴിഞ്ഞോ? ലൊക്കേഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓർഗാനോഗ്രാം. ഫ്ലോ ചാർട്ട് പോലെ തന്നെയാണ്. ഇതിലിപ്പോ വേറെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാല്ല. നിങ്ങൾ ആ ചാർട്ട് ഇതുപോലെ തന്നെ പഠിക്കുക. ഇതിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. വിച്ച് ഓഫ് ദ ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ്, അങ്ങനെ ചോദിക്കുള്ളൂ ഈ ഒരു ഇതിന്. അതിനകത്ത് നോക്കുക, ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ ഡയറക്ടർ. അതിന്റെ താഴെ HOD. എന്താ എക്സ്പാൻഡഡ് ഫോം HOD-യുടെ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. താഴെ വരുന്നത് HOD ആണ്. പിന്നെ നെക്സ്റ്റ് അതിനകത്ത് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരുന്നുണ്ട്. ഈ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ, മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ. അതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ BTO വരുന്നുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ വരുന്നുണ്ട്. BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അതിന് താഴെ ടെക്നീഷ്യൻ, അതിന്റെ താഴെ വരുന്നതാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഇത് നെക്സ്റ്റ് സൈഡിൽ വരുന്നത് ക്വാളിറ്റി ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ക്വാളിറ്റി മാനേജറിന്റെ താഴെ വരുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ. അതിന്റെ താഴെയാണ് ക്ലർക്സ്, നഴ്സസ്, PRO. ഇങ്ങനെ വരാം. ഇതിനകത്ത് നിന്ന് നമുക്ക് ഒന്നില്ലെങ്കിലും ചോദിക്കാം, വിച്ച് ഓഫ് ദ ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ബ്ലഡ് ബാങ്ക്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം, ഹു കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ആരാണ്? ഇപ്പൊ തരാം, ക്ലർക്ക്, ടെക്നീഷ്യൻ, BTO, അങ്ങനെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നോക്കാം, ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നത് ക്ലർക്കുകൾ വരുന്നുണ്ട്, നേഴ്സസ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട്. ഓക്കെ, ക്ലർക്സ്, നേഴ്സസ്, PRO. അപ്പൊ ഈ ഒരു ഓർഗാനോഗ്രാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. മെഡിക്കൽ ഡയറക്ടർ, HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അടുത്ത തൊട്ട് താഴെ ക്വാളിറ്റി മാനേജർ. പിന്നെ രണ്ട് സൈഡിലേക്ക് വരുന്നുണ്ട് ക്വാളിറ്റി മാനേജർ. അതിന്റെ ഒരു കീഴിൽ വരുന്നതാണ് BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഇപ്പുറ സൈഡില് ടെക്നിക്കൽ സൂപ്പർവൈസർ, ക്ലർക്സുകൾ, നഴ്സ്, PRO. അപ്പൊ ആ രീതിയിൽ രണ്ട് ടൈപ്പ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൂ. ആ രണ്ട് രീതിയിൽ നോക്കാം. പിന്നെ അടുത്താണ് നമ്മൾ പറഞ്ഞതാണ്, വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് നടക്കുന്നത്? ഓക്കെ, എ സർട്ടൻ സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റ്. അപ്പൊ ഏതൊക്കെ നമ്മൾ പ്രിലിമിനറി ടെസ്റ്റ് പറഞ്ഞത്?
പ്രീ ഡൊണേഷൻ ചെക്കപ്പ് ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ പുതിയതായിട്ട് ഒരാള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ പ്രീ ഡൊണേഷൻ ചെക്കപ്പ് നടത്തും. അതായത് ബോഡി ഫിറ്റ് ആണോ, ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ, വെയിറ്റ് 45 kg മുകളിലാണോ, ഏജ് 80 to 65 ഇടയ്ക്കാണോ, പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, അങ്ങനെയുള്ള എന്താണ് ഒരു പ്രീ ഡൊണേഷൻ ചെക്കപ്പ് നടത്തും. അത് പക്ഷേ നോക്കിയേ, the preliminary tests are done in the lab once the blood is donated, but not restricted to the following. പക്ഷെ ഈ താഴെ തന്നിരിക്കുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല, ലിമിറ്റഡ് നോട്ട് ലിമിറ്റഡ്, ഇവിടെ ലിമിറ്റേഷൻ ഇല്ല. അപ്പൊ എന്തൊക്കെ നടത്തണം? പ്രിലിമിനറി ടെസ്റ്റുകൾ നടത്തണം, അതോടൊപ്പം തന്നെ താഴെ തന്നിരിക്കുന്ന ടെസ്റ്റുകളും കൂടി ബ്ലഡ് ബാങ്കിൽ നടത്തും. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ടെസ്റ്റുകളാണ് ഈ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല. അതായത് അതിന്റെ ഒപ്പം തന്നെ ഈ ടെസ്റ്റിംഗും നടത്തും. അത് ഏതൊക്കെയാ നോക്കിയേ. ഒന്നാമത്തത് ടൈപ്പിംഗ്, ABO ബ്ലഡ് ഗ്രൂപ്പ്, ബ്ലഡ് ടൈപ്പ് നോക്കും, ബ്ലഡ് ഗ്രൂപ്പ് നോക്കും. ആദ്യം ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് നോക്കും. രണ്ടാമത്തെയാണ് അതിന്റെ പോസിറ്റീവ് RH ടൈപ്പിംഗ് നോക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും. പിന്നെ അടുത്തതാണ് എന്തെങ്കിലും ആക്സിഡന്റൽ RBC ബ്ലഡ് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ഫാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ. അപ്പൊ ഇത്രയും ടെസ്റ്റുകളും കൂടി നമ്മൾ നടത്തും. അത് ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ പറയാട്ടോ. ഫസ്റ്റ് നോക്കിയേ, ഇപ്പൊ ബ്ലഡ് ബാങ്കില് പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ഈ താഴെ പറയുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല. അതിന്റെ ഒപ്പം തന്നെ ഈ ടെസ്റ്റുകൾ നോക്കും. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ടൈപ്പിംഗ് ABO ഗ്രൂപ്പ്, അതായത് ബ്ലഡ് ടൈപ്പ്, ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് നോക്കും. ഓക്കെ, ഇസത്തിന്റെ ഏതാ ബ്ലഡ്? എല്ലാവർക്കും അറിയില്ല ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അറിയില്ല. ഇസത്ത് ഏതാ ഗ്രൂപ്പ് ഏതാ? O positive. O പോസിറ്റീവ്. അൽഫോൺസയുടെ ഏതാ? ഒന്ന് രണ്ടുപേരോട് ചോദിക്കണം. കേൾക്കുന്നില്ല. അനുഷയുടെ ഏതാ? രേഷ്മ? ഓക്കെ. രഞ്ജിനിയുടെ ഏതാ? AB പോസിറ്റീവ്. AB പോസിറ്റീവ്. ഷിനു? O പോസിറ്റീവ്. A പോസിറ്റീവ്. O പോസിറ്റീവ് ആണ്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് മാറിപ്പോയത് കേട്ടോ. അത് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കണം. എല്ലാവരുടെയും ഗ്രൂപ്പ് എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര ഗ്രൂപ്പ് ബ്ലഡ് ഉള്ളത്? ABO. ഓക്കെ, അപ്പൊ 4 ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് 4 ഗ്രൂപ്പ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്. A ഉണ്ട്, B ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരു അഞ്ചാമത്തെ ഒരു ഗ്രൂപ്പായിട്ട് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയും. അഞ്ചാമത്തെ വളരെ റെയർ ഗ്രൂപ്പാണ്. എന്റെ മോന്റെ ഗ്രൂപ്പാണ്. ഏതോ? എന്റെ മോന്റെ ഗ്രൂപ്പാണ്. ഏത്? OH നെഗറ്റീവ്. OH നെഗറ്റീവ്. ബോംബെ ഗ്രൂപ്പ്. അവനിപ്പോ ഹാർട്ട് സർജറി ഉണ്ടായിരുന്നു. അപ്പഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ജനിച്ചപ്പോ O നെഗറ്റീവ് ആണെന്നാ പറഞ്ഞു തന്നിണ്ടായിരുന്നേ. ഇനി സർജറിയുടെ സമയത്ത് കുറെ ബുദ്ധിമുട്ടി, കുറെ മെസ്സേജ് ഒക്കെ ഇട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബ്ലഡ് കിട്ടിയത്. അത് ശരി, രഞ്ജിനിയുടെ മോനെ അല്ലേ? അപ്പൊ വളരെ റയർ ഗ്രൂപ്പാണ് നമ്മുടെ ബോംബെ ഗ്രൂപ്പ്. ഒരു അഞ്ചാമത്തെ ഗ്രൂപ്പായിട്ട് പറയാം. ലക്ഷം പേരിലൊക്കെയോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ ചോദിച്ചായിരുന്നു ലക്ഷ്മിനെ. അപ്പൊ അവർക്കൊന്നും ആർക്കും കേട്ടിട്ടില്ല, അവരുടെ റിലേഷനിലോ ഒന്നും ഇല്ല എന്നാ പറഞ്ഞത്. ഈ ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ റയർ ഗ്രൂപ്പാണ്. ലക്ഷം പേരിലൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ശരിക്കും നമുക്കത് വരുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ 4 ടൈപ്പാണ്, A, B, AB, O. അപ്പൊ ഞാൻ അന്നേരം ഒരു ചെറിയൊരു കഥ പറഞ്ഞായിരുന്നു. കഥ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഫസ്റ്റ് തന്നെ ഈ കാൺ ലാൻസ്റ്റെയ്നർ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ്, അദ്ദേഹമാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. അപ്പൊ അദ്ദേഹം റീസസ് എന്ന് പറഞ്ഞ ഒരു കുരങ്ങിന്റെ പേരാണ് റീസസ്, RHESUS സ്പെല്ലിങ്. റീസസ് എന്ന് പറഞ്ഞ ഒരു കുരങ്ങിനെ ഇങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ത് ചെയ്തു, ആ കുരങ്ങിന്റെ ഈ ബ്ലഡ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് ഒരു പ്രോട്ടീന്റെ ഒരു പ്രസൻസ് കണ്ടെത്തി. ഓക്കെ, ഒരു പ്രോട്ടീന്റെ പ്രസൻസ് കണ്ടെത്തി.
അപ്പൊ ചില ആളുകൾക്ക് ഇത് നോക്കി കഴിഞ്ഞപ്പോ ചില കുരങ്ങന്മാർക്ക് ഇതിനകത്ത് നോക്കിയപ്പോഴ് എന്താ ആ ഒരു പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ അതിന്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് റീസസ് എന്ന് പറഞ്ഞ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ പ്രോട്ടീന്റെ പ്രസൻസ് ഉള്ളതിനെ RH ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ആ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ RH ഇത് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സെയിം തന്നെ മനുഷ്യരിലെ ഇത് നോക്കിയപ്പോ ചില ആളുകളിൽ ആ പ്രോട്ടീൻ പ്രസന്റ് ഉണ്ട്. ആ ഒരു പ്രോട്ടീൻ പ്രസന്റ് ആണ്. അപ്പൊ അവര് RH പോസിറ്റീവ്, RH ഫാക്ടർ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണ് RH പോസിറ്റീവ്. RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് RH നെഗറ്റീവ്. അതാണ് ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഡിഫറൻസ് വരുന്നത്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ്, ഞാൻ അന്നും പറഞ്ഞായിരുന്നു A പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ RH ഫാക്ടർ ഉണ്ട്, അതാണ് പോസിറ്റീവ്, RH പോസിറ്റീവ്. RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പുകാര്. 4 ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞ് A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. അത് RH ഫാക്ടർ ഉള്ളത്. ഇനി ഇല്ലാത്തത് നേരെ A പോസിറ്റീവ്, A നെഗറ്റീവ്, പിന്നെ അതുപോലെ തന്നെ B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. അങ്ങനെ ആ ഒരു ഡിഫറൻസ് അതുകൊണ്ട് വരാൻ കാര്യം. അപ്പൊ അതിനകത്ത് ഇനി അടുത്ത നമുക്ക് പറയണേക്കായി മുന്നേ നിങ്ങൾ നോട്ട് എടുത്തേ, ബുക്ക് എടുത്തേ, ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. കൊടുത്താ നോട്ട്ബുക്ക് എടുത്ത എല്ലാവരും? എടുത്തു. ഓക്കെ, ഇപ്പൊ നോക്കാം. നമ്മുടെ ബോഡിയില് നമുക്ക് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയണേക്കാൾ മുന്നേ 2 ടൈംസ് പഠിക്കണം, ആന്റിജനും ആന്റിബോഡിയും. ആന്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെ അതിനെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. ആന്റിജൻ ഈസ് എ foreign substance which include an immune response in the human body. നമ്മുടെ രോഗപ്രതികരണങ്ങളെയൊക്കെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ആന്റിജനുകൾ എന്ന് പറയുന്നത്. നമുക്ക് 4 ആന്റിജനാണുള്ളത്. ഓക്കെ, ആന്റിജൻ 2 എണ്ണാണുള്ളത്. അതിന്റെ ഗ്രൂപ്പ് പറയുമ്പോൾ നമുക്ക് 4 ആയിട്ട് എഴുതാം. നോക്കാം, നമുക്ക് 2 ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അത് നോട്ട് ചെയ്യുക. ആന്റിജൻ, ഈ ആന്റിജനുകളുടെ പ്രസൻസ് ആണ് നമ്മള് ബ്ലഡ് ബേസ് ആണ് പറയുന്നത്. 2 ആന്റിജൻ ഉണ്ട്, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ ഈ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് നമ്മള് ബ്ലഡ് ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഞാൻ പറയാം, ആന്റിജൻ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ് നോട്ട് ചെയ്യുക. ആന്റിജൻ എ ഒരാളുടെ ബോഡിയിലും പ്രസന്റ് ആണെങ്കിൽ അതാണ് എ ഗ്രൂപ്പ്. ഈ ആന്റിജൻ ബി ഉണ്ടെങ്കിൽ അവര് ബി ഗ്രൂപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ ബി ഗ്രൂപ്പിലുള്ള ആന്റിജൻ ഏതാ? ബി ഗ്രൂപ്പിൽ വരുന്ന ആന്റിജൻ ഏതാ? ബി ആന്റിജൻ ബി ആയിരിക്കും. അത് ക്ലിയർ ആക്കണം കേട്ടോ. ഇത് ക്ലിയർ ആയാലേ നമുക്ക് ആ ടേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു 2 ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഓക്കെ, ആന്റിജൻ എ ഉള്ളത് എ ഗ്രൂപ്പ്, ആന്റിജൻ എ ആണെങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ആണെങ്കിലോ ആന്റിജൻ ഏത് ഉറക്കത്തിനും ചോദിക്കാനും പറയണം. ആന്റിജൻ എ ഉണ്ടെങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ആണെങ്കിൽ ബി ഗ്രൂപ്പ്. ഇനി ആന്റിജൻ എയും ഉണ്ട് ബിയും ഉണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? എ ബി ഗ്രൂപ്പ്. ഓക്കെ, എ ബി ഗ്രൂപ്പ്. ഇനി ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ? ഓ ഗ്രൂപ്പ്. കിട്ടിയല്ലോ. അപ്പൊ ചോദിക്കാം, ഇതിനകത്ത് ആന്റിജൻ പ്രസന്റ് ഇൻ ഗ്രൂപ്പ് എ ഏതാണ്? ആന്റിജൻ പ്രസന്റ് ഇൻ ഗ്രൂപ്പ് എ ഈസ് ഡാഷ്. ഏത് ആന്റിജനാ? എ ഗ്രൂപ്പ്. ആന്റിജൻ ബി ആണെങ്കിൽ ഏത് ഗ്രൂപ്പാ?
ബി ഗ്രൂപ്പ്. ബി ഗ്രൂപ്പ്. ആന്റിജൻ എയും ബിയും ഉണ്ടെങ്കിൽ എ ബി ഗ്രൂപ്പ്. ബി ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ്. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇനി നമുക്ക് നിങ്ങള് നോട്ട്ബുക്കില് സ്കെയില് ഒന്നും എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് പേരെ കൊണ്ട് തന്നെ എന്താ റഫായിട്ടൊന്ന് 5 കോളും 5 റോസും ആയിട്ടൊരു ടേബിൾ ആയിട്ടൊന്ന് വരച്ചേ. 5 കോളംസും 5 റോസും. താഴെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരച്ചാൽ മതി. വരച്ചോ? സ്കെയിലൊന്നും അന്വേഷിച്ചു പോകുന്നു വേണ്ട, വെറുതെ വരച്ചാൽ മതി. 5 കോളും 5 റോസും ആയിട്ട് ഒരു ടേബിൾ വരയ്ക്കാം. എല്ലാവരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞു. അതിനകത്ത് ഏറ്റവും മുകളിൽ എഴുതുക, ഫസ്റ്റ് കോളത്തിന്റെ ഏറ്റവും മുകളിൽ എഴുതുക ഗ്രൂപ്പ് എന്ന് എഴുതുക. ഗ്രൂപ്പ് GROUP ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് എഴുതുക. സെക്കൻഡ് കോളത്തിന്റെ മുകളിൽ എഴുതുക ആന്റിജൻ. നേരെ എഴുതാം കേട്ടോ. ഏറ്റവും മുകളിലാണ് എഴുതുന്നത് ഗ്രൂപ്പ് എന്ന് എഴുതി, അതിന്റെ അടുത്ത കോളത്തിലേക്ക് നമ്മൾ എഴുതി ആന്റിജൻ. ആന്റിജൻ ഏറ്റവും മുകളിലാട്ടോ കൊടുക്കണ്ടേ, ഏറ്റവും ഫസ്റ്റ് റോയില് കൊടുക്കാം. ഫസ്റ്റ് റോയിലാട്ടോ എഴുതണ്ടേ. ഗ്രൂപ്പ് എന്ന് എഴുതാം, അടുത്ത കോളത്തില് ആന്റിജൻ എന്ന് കൊടുക്കുക, അടുത്ത കോളത്തിന്റെ മുകളില് ആന്റിബോഡി ANTIBODY ആന്റിബോഡി. ആന്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെ പ്രതികരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളെയാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. ആന്റിബോഡി ഈസ് എ പ്രോട്ടീൻ produced your immune system to attack and fight off these antigens. ആന്റിജനുകൾക്ക് എതിരായിട്ട് ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളെയാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ കോളത്തിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ ആന്റിബോഡി എന്ന് എഴുതാം. ആന്റിബോഡി. എഴുതിയോ? ഗ്രൂപ്പ് എന്ന് എഴുതി, അടുത്തതിന്റെ കോളത്തിന്റെ മുകളിൽ എഴുതി ആന്റിജൻ എഴുതി, അതിന്റെ അടുത്ത നെക്സ്റ്റ് മൂന്നാമത്തെ കോളത്തിന്റെ മുകളിൽ എഴുതി ആന്റിബോഡി എന്ന് എഴുതി. പിന്നെ അടുത്തത് ഡോണേഴ്സ്, ദാനം ചെയ്യാൻ കഴിയും, ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഡോണേഴ്സ് എഴുതാം. DONORS ഡോണേഴ്സ്. ദാനം ചെയ്യാൻ കഴിയുന്നത് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ. ഓരോ ഗ്രൂപ്പുകാർക്കും ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഡോണേഴ്സ്. നെക്സ്റ്റ് അഞ്ചാമത്തെ കോളത്തിന്റെ മുകളിൽ എഴുതാം റെസിപ്പിയന്റ്. RECIPIENT റെസിപ്പിയന്റ്, സ്വീകരിക്കാൻ കഴിയുന്നത്. റെസിപ്പിയന്റ് RECIPIENT റെസിപ്പിയന്റ്, സ്വീകരിക്കാൻ കഴിയുന്നത്. അപ്പൊ ഫസ്റ്റ് റോ ഫിനിഷ് ആയില്ലേ? ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, ഡോണേഴ്സ്, റെസിപ്പിയന്റ്. RECIPIENT. ക്ലിയർ ആയോ? കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, നമ്മൾ 4 ഗ്രൂപ്പ് പറഞ്ഞില്ലേ? A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. അപ്പൊ ആദ്യം എഴുതാം ഗ്രൂപ്പ് A എന്ന് എഴുതാം. ഗ്രൂപ്പിന്റെ താഴെയാണ് കേട്ടോ. ഗ്രൂപ്പിന്റെ താഴെ എഴുതാം A എന്ന് എഴുതാം. ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാം A. ഗ്രൂപ്പ് A. അതിന്റെ നേരെ ആന്റിജൻ ഏതായിരിക്കും? അവർക്കുടെ ആന്റിജൻ ഏതാ? A ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാന്ന് എഴുതിക്കേ. A. സെയിം ആന്റിജൻ. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കേ B ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാ? B. ഓക്കെ, വെരി ഗുഡ്. B. നെക്സ്റ്റ് AB ഗ്രൂപ്പ് ആന്റിജൻ ഏതാ? AB. ABO ആന്റിജൻ Aയും ഉണ്ട് Bയും ഉണ്ട്. ഫോമിട്ട് എഴുതാം കേട്ടോ. AB എന്ന് പറഞ്ഞ ആന്റിജൻ A എന്ന് എഴുതുക, ഫോം ഇടുക, അവിടെ B എന്ന് എഴുതുക. Aയും ഉണ്ട് Bയും ഉണ്ട്. അപ്പൊ ആന്റിജൻ Aയും Bയും ഉള്ള ഗ്രൂപ്പ് ഏതാ? AB. AB ഗ്രൂപ്പ്. AB ഗ്രൂപ്പിനാണ്
ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഇനി O ഗ്രൂപ്പ് ആന്റിജന് ഉണ്ടോ? ഏതാ ആന്റിജനാ? ഇല്ല. ഇല്ല, ഇല്ല എന്ന് തന്നെ എഴുതാട്ടോ. ആന്റിജൻ ഇല്ല. അപ്പൊ എവിടെ ക്വസ്റ്റ്യൻ? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്. ഗ്രൂപ്പ്. ആന്റിജൻ O ഗ്രൂപ്പ്. O ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഏതാ? O. ക്ലിയർ അല്ലേ? ആ കോളം കഴിഞ്ഞില്ലേ? സെക്കൻഡ് കോളം ഫിനിഷ് ആയില്ലേ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഗ്രൂപ്പ് എ ആന്റിജൻ എ, ബി ഗ്രൂപ്പ് ആന്റിജൻ ബി. എ ബി ഗ്രൂപ്പിന് ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. O ഗ്രൂപ്പ് ആന്റിജൻ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് O. ഇനി നെക്സ്റ്റ് നിങ്ങൾ അടുത്ത കോളത്തിലേക്ക് വന്നേ, തേർഡ് കോളത്തിലേക്ക് വന്നേ. ഇപ്പൊ ഗ്രൂപ്പ് എ ഗ്രൂപ്പിന്റെ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ആന്റിജൻ അവർക്ക് ഏതാ ഉള്ളത്? എ ആണല്ലേ. എ ഗ്രൂപ്പിന് ആന്റിജൻ എ ആയിരിക്കും. അപ്പൊ ആന്റിബോഡി ബി ആയിരിക്കും. ഓപ്പോസിറ്റ് വരും. ഒരിക്കലും ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. ഒരിക്കലും ഒരേ ആന്റിജനും ഒരേ ആന്റിബോഡിയും വരില്ല. അങ്ങനെ ഒരുമിച്ച് വരാൻ പാടില്ല. ആന്റിജനും ആന്റിബോഡി ഒരേ ഇത് വരില്ല. അപ്പൊ ആന്റിജൻ എ ആണെങ്കിൽ അവിടെ ആന്റിബോഡി ബി ആയിരിക്കും. അവർ ഭയങ്കര ശത്രുക്കളാണ്, അവര് തമ്മിൽ ഒരിക്കലും ചേരൂല. ഓക്കെ. അപ്പൊ ആന്റിജൻ എയും ആന്റിജൻ ആന്റിബോഡി ബി ഒരിക്കലും വരില്ല. അത് രണ്ടും തമ്മിൽ വന്ന അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും ബ്ലഡ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് വരില്ല. ആന്റിജൻ എ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലാക്കി വെക്കുക. ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ബി ആയിരിക്കും. അപ്പൊ നോക്കിയേ, ബി ഗ്രൂപ്പ് ആന്റിജൻ ബി, അവർക്കുടെ ആന്റിബോഡി ഏതായിരിക്കും? ഞാൻ പറഞ്ഞേ ഓപ്പോസിറ്റ് വരുള്ളൂ. അവര് തമ്മിൽ ഭയങ്കര വഴക്കായിരിക്കും. ഓക്കെ. ആന്റിജൻ എ ബി ആണെങ്കിൽ ആന്റിബോഡി അവിടെ എ ആയിരിക്കും. ഇനി നോക്കിയേ, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ അവർക്കുടെ ആന്റിബോഡിയോ? അവർക്ക് ആന്റിബോഡി എ വരാൻ പറ്റില്ല, ആന്റിബോഡി ബിയും വരാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ആന്റിബോഡി ഇല്ല. അപ്പൊ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എ ബി ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്. ഓക്കെ. ഇനി നോക്കിയേ, O ഗ്രൂപ്പ് നോക്കിയേ, അവര് പാവം, ആന്റിജൻ ഇല്ല കേട്ടോ. ആന്റിജൻ എയും ഇല്ല, ബി ഗ്രൂപ്പ് ഇല്ലാത്ത ഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. പാവം ഗ്രൂപ്പ്. അപ്പൊ അവർക്ക് ആന്റിബോഡി ഏതൊക്കെ വരാം? വരാം, പ്രശ്നമില്ല. ആന്റിബോഡി ആന്റിജൻ ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ആന്റിബോഡിക്ക് അവിടെ വരാം. അപ്പൊ അതുകൊണ്ട് അവര് വിഷമിക്കേണ്ട. O ഗ്രൂപ്പുകാര് ആന്റിജൻ ഇല്ലാന്ന് അവർക്ക് വിഷമിക്കേണ്ട. അവർക്ക് രണ്ട് ആന്റിബോഡി ഉണ്ട്. ആന്റിബോഡി എയും ഉണ്ട്, ആന്റിബോഡി ബിയും ഉണ്ട്. മെസ്സി ആന്റിജൻ ആണോ ആന്റിബോഡി ആണോ നല്ലത്? എന്തോ? ആന്റിജൻ ആണോ ആന്റിബോഡി ആണോ നല്ലത്? രണ്ടും വേണം. ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മളിപ്പോ പറയുമ്പോ ആന്റിജനും ആന്റിബോഡിയും. ഇപ്പൊ ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ആന്റിജൻ ആണോ ആന്റിബോഡി ആണോ നല്ലതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരുടെ ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് അവർക്ക് ആന്റിജനോ അല്ലെങ്കിൽ ഇപ്പൊ എ ഗ്രൂപ്പ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആന്റിബോഡി ആയിരിക്കും. അത് അങ്ങനെയേ വരാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു ആന്റിജനും ഒരു ആന്റിബോഡി വരാൻ പാടില്ല. അപ്പൊ നമുക്ക് നോക്കിയ രണ്ടും നമ്മുടെ ബ്ലഡിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. രോഗപ്രതിരോധ പ്രതികരണങ്ങളെ പ്രതിരോധിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് നമ്മൾ ആന്റിജനുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ആന്റിജനുകൾ എന്ന് പറയുന്നത് ഈ ആന്റിജനുകളുടെ പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളെയാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് അങ്ങനെ ഇന്നത് പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ആന്റിജൻ എ ആണ്, അത് ഓരോരുത്തരുടെ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ എന്റെ ഗ്രൂപ്പ് എ ആണ്, അപ്പൊ എനിക്കൊരു ആന്റിജൻ എ ഉണ്ട്. ആന്റിജൻ എ ഉള്ളത് കൊണ്ടാണ് എ ഗ്രൂപ്പ്. അവർക്ക് ആന്റിജൻ എ ആണ്. അപ്പൊ അത് നോക്കാം. അവർക്ക് നേരെ തിരിച്ച് ആന്റിബോഡി ബി വരും. നിങ്ങൾ ഈ ടേബിൾ ഇത് പഠിക്കുക, ഇതിന്നാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഒന്നുകൂടെ ശ്രദ്ധിച്ചെവിടെ ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഗ്രൂപ്പ് എ, അതിനകത്ത് ആന്റിജൻ ഏതാണ്? ഏത് ഗ്രൂപ്പാ? ഗ്രൂപ്പ് എയിൽ ആന്റിജൻ ഏതാണ്? എ ഗ്രൂപ്പ്. അല്ലെങ്കിൽ ആന്റിജൻ എയുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ അവരുടെ ആന്റിബോഡി ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ഏതാണ്? ഓപ്പോസിറ്റ് ബി ആയിരിക്കും. ആന്റിജൻ ബി ആണെങ്കിൽ ആന്റിബോഡി എ ആയിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏത്?
ഏതാ AB. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ഇവിടെ ശ്രദ്ധിക്കാം. ഇനി ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏത്? AB. AB. ഇത്രയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ക്ലിയർ ആയിരിക്കണം കേട്ടോ. എങ്കിലാണ് ബാക്കിത്തെ 2 കോളവും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് 4 ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു, അതിന്റെ ആന്റിജനുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി, അതിന്റെ ഓരോന്നിന്റെ ആന്റിബോഡിയും പറഞ്ഞു. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് AB ഗ്രൂപ്പ്. അത് ഇന്നത് അതുകൊണ്ട് നമ്മൾ വേറെ പ്രശ്നം അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഓരോ ആളുകളുടെയും ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ച് അങ്ങനെയായിരിക്കും. അതാണ് ആ ഗ്രൂപ്പ് നമുക്ക് വരുന്നത്. ഇതിന്റെ പ്രസൻസോ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിന് അടിസ്ഥാനം. ഇപ്പൊ ആന്റിജൻ A ഉള്ളതാണെങ്കിൽ A ഗ്രൂപ്പ്, ഒരാളുടെ ബ്ലഡിൽ ആന്റിജൻ B ഉണ്ടെങ്കിൽ അവരെയാണ് B ഗ്രൂപ്പുകാരെന്ന് പറയുന്നത്. ആന്റിജൻ എയും ഉണ്ട്, ബ്ലഡ് നോക്കി കഴിഞ്ഞിട്ട് ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ടെങ്കിൽ അവരെ AB ഗ്രൂപ്പ്. ഇനി ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പുകാരാണെങ്കിൽ അവരെ O ഗ്രൂപ്പ്. അപ്പൊ ഈ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് തിരിക്കുന്നതിന്റെ അടിസ്ഥാനം. ഓക്കെ, പ്രസൻസ് ഓഫ് ആന്റിജൻസിന്റെ പ്രസൻസ് നോക്കിയിട്ടാണ് ഓരോ ബ്ലഡ് ഗ്രൂപ്പും ഉണ്ടാവുന്നത്. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിബോഡികൾ. അപ്പൊ ഇത്രയും നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്തത് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് പറഞ്ഞത്, ഫങ്ഷൻസ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. പിന്നെ അടുത്ത നെക്സ്റ്റ് പറഞ്ഞത് ഏതാ? അതിനകത്ത് ലൊക്കേഷൻ, ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ പറഞ്ഞു. പിന്നെ അടുത്തത് ഓർഗാനോഗ്രാം. ഇത് ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ കീഴിൽ വരുന്നത് അല്ലെങ്കിൽ ടോപ്പിൽ വരുന്ന ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്നുള്ളത് ചോദിക്കാം. പിന്നെ നമ്മൾ വാട്ട് ടെസ്റ്റ് ആർ ടു ബി ഡൺ ഇൻ ബ്ലഡ് ബാങ്കിൽ, അതിന്റെ ഒന്നാമത്തെ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ടൈപ്പ് ABO ഗ്രൂപ്പ്, ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ 4 ഗ്രൂപ്പാ പറഞ്ഞത്. ഓക്കെ, ബ്ലഡ് ടൈപ്പ് 4 ബ്ലഡ് ടൈപ്പ്, അത് ആന്റിജൻസിന്റെ പ്രസൻസ് നോക്കിയിട്ടാണ് ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിന്റെ അടിസ്ഥാനം. A ഗ്രൂപ്പ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് ആന്റിജൻ A ഉണ്ടെങ്കിൽ A ഗ്രൂപ്പ്, B ഉണ്ടെങ്കിൽ B ഗ്രൂപ്പ്, ആന്റിജൻ Aയും Bയും ഉണ്ടെങ്കിൽ അതിന് AB ഗ്രൂപ്പ്, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ടേബിള് എഴുതി വെച്ചേക്കുവാണ്. ഓക്കെ, നെക്സ്റ്റ് നാളെ വെനസ്ഡേ ഉണ്ടല്ലോ നിങ്ങൾക്ക് വെച്ചിട്ട് നാളെ ക്ലാസ് ഉണ്ട്. അപ്പൊ ബാക്കിട്ട് നാളെ നോക്കാം. അപ്പത്തേക്ക് ആ ടേബിള് നമ്മൾ എഴുതി വെച്ചേടെ ഓരോ ഗ്രൂപ്പും അതിന്റെ ആന്റിജനും ആന്റിബോഡി ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഉള്ളത് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. ആന്റിബോഡി എഴുതുമ്പോ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ് എഴുതുക? ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് കേട്ടോ. 2 ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം. ആന്റിജനും ആന്റിബോഡി എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ എഴുതും. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. സംശയമൊന്നും ഇല്ലല്ലോ? ഇത്രയും നമ്മൾ പറഞ്ഞുതരാം ഇവിടെ വരെ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. സെക്കൻഡ് ബാച്ചുകാരും കേറിയിട്ടില്ലെന്ന് തോന്നുന്നു, ഫസ്റ്റ് ബാച്ചുകാരെ ഉള്ളെന്ന് തോന്നുന്നില്ല.